ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയോടുകൂടി വന്ന ഞെട്ടിപ്പിച്ച ഒരു തീപിടുത്തമാണ് ദില്ലിയിൽ സംഭവിച്ചത്. മാളവ്യ നഗറിലെ ഒരു ഹോട്ടലിലുണ്ടായ തീപിടുത്തം. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ വിഷ്ണു തലവൂര് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്ത്. എന്തായാലും കഴിഞ്ഞ ദിവസം ദില്ലി അടക്കം ഞെട്ടിച്ച അല്ലെങ്കിൽ ഒരു അപകടമായിരുന്നു മാളവ്യ നഗറിലെ ഹോട്ടലിന് തീപിടുത്തമുണ്ടായത്. ആ ഹോട്ടലിന് തീപിടുത്തമുണ്ടായതിനു ശേഷം വലിയ തരത്തിലുള്ള അന്വേഷണം തന്നെ ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഓണർ ലോകേഷിനെയൊക്കെ ദില്ലി പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഇതിൻ്റെ ഉടമസ്ഥനെ ഇപ്പോൾ ദില്ലി പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ ഹോട്ടലിൻ്റെ നടത്തിപ്പുമായിട്ട് നേരിട്ട് ബന്ധമില്ല, മറ്റൊരാൾ വ്യക്തിയാണ് ഹോട്ടൽ നടത്തിപ്പ് അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് എന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം പിടിയിലായ ലോകേഷ് പോലീസിന് ഒരു മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഹോട്ടൽ അനധികൃതമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് 3 നില ബിൽഡിംഗ് ആണ്. ഇതിൽ താഴത്തെ നിലയിൽ റെസ്റ്റോറൻറ്റ്, മുകളിലത്തെ നിലയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര രാജ്യ തലസ്ഥാനത്ത് വിഷ്ണു, രാജ്യ തലസ്ഥാനത്താണ് ഈ ഹോട്ടലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുന്നു. ഉടമയെ ചോദ്യം ചെയ്യുമ്പോൾ ഉടമ പറയുന്നത് മറ്റൊരാൾക്ക് ലീസിനോ മറ്റോ കൊടുത്തു എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നമ്മുടെ ഔദ്യോഗിക രേഖകളിൽ വ്യക്തമല്ലേ? ശരിയായ സുരക്ഷാ സർട്ടിഫിക്കറ്റുകളില്ലാത്ത, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളില്ലാത്ത വിധമാണോ രാജ്യ തലസ്ഥാനത്ത് പോലും ഇത്തര വലിയ ഹോട്ടലുകളൊക്കെ പ്രവർത്തിക്കുന്നത്? വിദേശികളടക്കം മരണപ്പെട്ട സാഹചര്യമാണല്ലോ ഉള്ളത്. അതാണ് 25ഓളം മുറികളാണ് ഈ ഹോട്ടലിൽ പ്രവർത്തിച്ചിരുന്നത്. അതിൽ കൂടുതലും വിദേശികളായിരുന്നു താമസിച്ചിരുന്നത്. അതായത് ചികിത്സാ ആവശ്യത്തിനായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള വിദേശികളാണ് അവിടെ കൂടുതലും താമസിച്ചിരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ശരത്ത് പറഞ്ഞ കണക്ക് ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ദില്ലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഇത്തരത്തിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ പോലും ഇത്തരത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. സുരക്ഷിതത്വമില്ലാത്ത നിരവധി കെട്ടിടങ്ങൾ നമുക്ക് ദില്ലിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ലൈസൻസ് ഒന്നുമില്ലാത്തൊരു പ്രവർത്തനമായിരുന്നു ഈ ഹോട്ടലിൻ്റെ കാര്യത്തിലും നടന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ 6ഓളം മുറികൾക്ക് മാത്രമായിരുന്നു ലൈസൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ 25ഓളം മുറികൾ ഇത്തരത്തിൽ വാടകയ്ക്ക് കൊടുക്കുന്നു. അവിടെ അതാണ് ഇത്രത്തോളം വലിയൊരു ദുരന്തത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ രാജ്യ തലസ്ഥാനത്തെ ഈ തീപിടുത്തം രാജ്യത്തെ തന്നെ നടുക്കിയതാണ്. എത്രമാത്രം ഉദാസീനമാണ്, എത്രമാത്രം അലംഭാവമാണ് ഇത്തരം ക്രമീകരണങ്ങൾ, ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുന്നതിൽ, അത് ഉറപ്പാക്കുന്നതിൽ ഉണ്ടാകുന്ന വലിയ വീഴ്ചകൾ, ഭരണകൂട വീഴ്ചകൾ എന്നതുകൂടി ഇതിൽ നമ്മൾ കാണേണ്ടതുണ്ട്. രാജ്യ തലസ്ഥാനത്ത് സംഭവിച്ച ഈ വലിയ തീപിടുത്തം, അതിൽ സുരക്ഷാ വീഴ്ചയുണ്ട്, അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ഭരണപരമായ പരാജയത്തിൻ്റെ വീഴ്ചയുടെ നിരവധി ഘടകങ്ങൾ കൂടിയുണ്ട് എന്നതുകൂടിയാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ആണ് എന്ന് പറയപ്പെടുന്നു ആ ഹോട്ടൽ പ്രവർത്തിച്ചത് എന്നതുപോലെയുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്.